ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. മൂവാറ്റുപുഴ നഗരത്തിലെ ലതാ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പൈനായിൽ ബേക്കറിയിൽ ചെന്നാൽ ചായയ്ക്കൊപ്പം ചെറുകടി മാത്രമല്ല, നിങ്ങൾക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യാം. പൈനായിൽ ബേക്കറി ഉടമയായ PM ഷുക്കൂറാണ് വ്യത്യസ്തമായ ഈ ആശയത്തിനു പിന്നിൽ. മൂവാറ്റുപുഴ നഗരത്തിലെ ലതാ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പൈനായിൽ ബേക്കറിയിലാണ് വ്യത്യസ്തമായ ആശയം ഉടലെടുത്തിരിക്കുന്നത്. കൊടും ചൂടിൽ ശീതളപാനീയങ്ങളോ ചായയോ കുടിക്കുവാനെത്തുന്നവർക്ക് ചെറുകടിക്കൊപ്പം അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങളും തിരഞ്ഞെടുത്ത് വായിക്കുന്നതിനുള്ള അവസരമാണ് ബേക്കറി ഉടമയായ PM ഷുക്കൂർ അവതരിപ്പിച്ചിരിക്കുന്നത്. വായനയിൽ നിന്നും മറ്റും അകന്നുപോകുന്ന യുവതലമുറയെ വായനയിലേക്ക് അടുപ്പിക്കുകയും സാഹിത്യകാരന്മാരെ പരിചയപ്പെടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ അവതരിപ്പിക്കുന്നതിന് പിന്നിലെന്ന് PM ഷുക്കൂർ പറഞ്ഞു. അതായത് ഇവിടെ ചായ കുടിക്കാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാം, ഒപ്പം ഒരു പുസ്തകവും അവർക്ക് വായനയിൽ താല്പര്യമുള്ളവർക്ക് പുസ്തകം ഇവിടെ എടുക്കാം, വായിക്കാം. അതിനുശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം. അതേസമയം ഇവിടുത്തെ പുസ്തകം കൊണ്ടുപോകരുത്. ഇത് കാരണം മറ്റുള്ളവർ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇതിങ്ങനെ ഇപ്പോൾ തുടക്കമായതുകൊണ്ടാണ് ഇത് ഇത്രയും മാത്രം പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ബാക്കി പുസ്തകങ്ങൾ വീട്ടിലുണ്ട്. അത് കൊണ്ടുവന്ന് ഇവിടെ നിരത്തി വയ്ക്കുകയും അത് ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഇത് പ്രവർത്തിച്ചു കൊണ്ടുപോയി നല്ല രീതിയിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ലോക സാഹിത്യത്തിലുള്ളതും മറ്റ് പലരെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ, നോവലുകൾ എല്ലാം ഇവിടെ ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ആളുകളിവിടെ വരട്ടെ, വന്നിട്ട് അതിനുള്ള സാഹചര്യവും സമയവും. ആ ഒരു കാരണം കൊണ്ടാണ് കോഫി വിത്ത് എ ബുക്ക് എന്നുള്ള ആ ഒരു ടൈറ്റിൽ. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക ഷെൽഫും ഷുക്കൂർ തയ്യാറാക്കിയിട്ടുണ്ട്. 100-ലധികം പുസ്തകങ്ങളാണ് റെഡിയാക്കിയിട്ടുള്ളത്. ചായയ്ക്കൊപ്പം ഒരു പുസ്തകം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോഫി വിത്ത് ബുക്ക് എന്ന ആശയം ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലുണ്ടെങ്കിലും മൂവാറ്റുപുഴയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരാശയം ഉടലെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. പുസ്തകങ്ങൾ കടയിലിരുന്ന് വായിക്കുവാൻ മാത്രമേ ഷുക്കൂർ അനുവാദം നൽകൂ. അല്ലെങ്കിൽ പണമടച്ച് പുസ്തകം സ്വന്തമാക്കണം. വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തിരികെ കൊണ്ടുവരുന്ന സംവിധാനം ഷുക്കൂർ നൽകില്ല. ലോക സാഹിത്യകാരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ 5000-ലധികം പുസ്തകങ്ങളുടെ ശേഖരമാണ് ഷുക്കൂറിന്റെ വീട്ടിലും കടയിലുമായി ഉള്ളത്. 3 പുസ്തകങ്ങൾ ഇതിനോടകം ഷുക്കൂർ പുറത്തിറക്കിയിട്ടുണ്ട്. ആധുനിക ടെക്നോളജിയുടെ പുറകെ പോകുന്ന യുവതലമുറയെ വായനയുടെ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. സുഹൃത്തുക്കളും വീട്ടുകാരും മറ്റ് സാഹിത്യകാരന്മാരും ഷുക്കൂറിന്റെ ഈ നല്ല ഉദ്യമത്തിന് കരുതലായി കൂട്ടായി കൂടെയുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.